എനിക്ക് രാത്രി 3 മണി സമയത്ത് ഒരു സുഹൃത്ത്, പ്രവാസിയായ ഗൾഫിലുള്ള ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു. അദ്ദേഹം മുന്നേ ഒരു മദ്രസ അധ്യാപകനായിരുന്നു. അങ്ങനെ വീട്ടിലുള്ള പ്രയാസവും കടവും കാര്യങ്ങളും കൊണ്ടാണ് അദ്ദേഹം ഗൾഫ് ജീവിതം നയിക്കാൻ പോയത്, പ്രവാസിയായത്. അദ്ദേഹമാണ് രാത്രി മെസ്സേജ് അയക്കുന്നത്. ഞാൻ മെസ്സേജ് വായിച്ചു തരാം. അതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കേൾക്കണം. പ്രത്യേകിച്ച് പ്രവാസികളായ ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം ഇത് കേട്ടിരിക്കണം, നിർബന്ധമാണ്. ഞാൻ വായിച്ചുതരാം. അസ്സലാമു അലൈക്കും. തങ്ങൾ ഉസ്താദേ, നിങ്ങൾക്ക് വോയിസ് വിടാൻ ആണ് കരുതിയത്, പക്ഷേ തൊണ്ട ഇടറുകയാണ്. അതുകൊണ്ടാണ് എഴുതി വിടുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മഹത്യ ഹറാം ആയതുകൊണ്ടാണ് അതിന് മുതിരാത്തത്. അങ്ങേ അറ്റം പ്രയാസത്തിലാണ്. എൻ്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടവരോട് പല നിലക്കും പല രൂപത്തിലും പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. സാമ്പത്തികം തന്നെ വില്ലൻ. ഒരുപാട് കടങ്ങളുണ്ട്, അതെല്ലാം വീട്ടാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരു തടസ്സമായി നിൽക്കുന്നത് വീട് എന്ന സ്വപ്നമാണ്. സ്വന്തമായി സ്ഥലവുമില്ല, അതാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതിൻ്റെ പേരിലാണ് വേണ്ടപ്പെട്ടവരോട് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നത്. ഈ എഴുതുന്നതുവരെ എൻ്റെ പ്രയാസങ്ങളെ മറന്നു അവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നതിനപ്പുറം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരു കുറവും വരാതെ. ഇനിയും അതുപോലെ തന്നെ. പക്ഷേ അവർ അതൊന്നും കാണാതെ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു. കിട്ടുന്ന സാലറി മുഴുവൻ കുറച്ചു കടം വീടാനും വീട്ടുചെലവിനും മാത്രമേ തികയൂ. എന്നാലും അടുത്ത മാസത്തെ സാലറിയിലേക്ക് കടമുണ്ടാവും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ ആരുമുണ്ടാവില്ല. മറിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ പല നിലക്കും സഹായങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ലഭിച്ചേക്കും. ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പോലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ സഹായം കിട്ടുകയുള്ളൂ. എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ കൊതിയുണ്ട് തങ്ങളെ. ഓരോ ദിവസവും അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയല്ലാതെ മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുട്ടികൾ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ വലിയ പ്രയാസം. എൻ്റെ കുടുംബത്തെ മറന്നു ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടില്ല. ഞാൻ ഇതൊക്കെ തങ്ങളോട് പറയുന്നത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ നാട്ടിലോട്ട് കൊണ്ടുവരണം. എൻ്റെ മക്കളെങ്കിലും എൻ്റെ ഖബറിൻ്റെ അടുത്ത് വരും. എൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്നും എടുക്കുന്നതിന് മുമ്പ് തങ്ങൾ അവിടെ കൂടിയവരോട് പറയണം, ഞാൻ അവരെ മറന്നു ജീവിച്ചിട്ടില്ല എന്ന്. കരയാൻ കൂടി പേടിയാണ് തങ്ങളെ. ആ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്ത്. എൻ്റെ ഉപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, സഹോദരിമാർ, അവരോട് പറയണം, എന്നെക്കൊണ്ട് കഴിയുന്നതിൽ കൂടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അവരുടെ മുൻപിൽ ഒന്നുമല്ലാതെ ആയത് എൻ്റെ കുറവ് കൊണ്ടാ. പൊരുത്തപ്പെട്ടു തരാൻ പറയണം തങ്ങളെ. എത്രയും പെട്ടെന്ന് കടങ്ങൾ ഒക്കെ വീട്ടി ഒരു വീടുണ്ടാക്കാൻ തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. വളരെയധികം മാനസിക പിരിമുറുക്കത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ആത്മാർത്ഥമായി ദുആ ചെയ്യണേ എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൻ്റെ. കുറച്ച് വൈകിയാണെങ്കിലും നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പം നിൽക്കേണ്ടവർ തന്നെ മാനസികമായി തളർത്തുകയാണ്. നമ്മളെ പ്രവാസികളായ, അപ്പം നിങ്ങൾ കേട്ടില്ലേ ആ സുഹൃത്തിൻ്റെ. ഞാൻ ഈ കത്ത് ഇതിങ്ങനെ ഇതിടണോ വീഡിയോ ഇടണോ നിങ്ങളോട് പറയണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചു. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രവാസികളുടെ അവസ്ഥ അതാണ്. നമ്മളിവിടെ ലാവിഷായിട്ട് അവരയക്കുന്ന കാശ് അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾക്കറിയില്ല. അവരയക്കുന്ന കാശ് നമ്മൾ ദൂർത്തടിക്കുകയാണ്. പണ്ട് ഞാൻ ഒരു നമ്മളെ സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം UAE പോയി. അപ്പോൾ അവിടെ
ഞാൻ അബുദാബി മുസഫ ഭാഗത്ത് പോയ സമയത്ത് പല ഏരിയകളിലുണ്ട്, പക്ഷെ അവിടെ പോയ സമയത്ത് എനിക്ക് അവരെ ജീവിതം കണ്ട് വളരെ പ്രയാസപ്പെട്ട് ഞാൻ അപ്പോൾ ആ പ്രവാസികളോട്, നാട്ടിലുള്ള അവരോ ആ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ചെറിയൊരു നസീഹത്ത് നിസ്കാരത്തിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ മുമ്പിൽ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം വന്നത്, പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാൻ നാട്ടിൽ പോയിട്ട് പിരിവെടുത്തിട്ട് അവിടുന്ന് നിങ്ങളെ ഇങ്ങോട്ട് സഹായിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പൈസ അയച്ചു തരണം എന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഓരോരുത്തരും അവിടെ ആ സമയത്ത് 800 ദീനാർ, റിയാലിന് ദീനാറിനൊക്കെയാണ് എന്താകുന്നത് ജോലി ചെയ്യുന്നത്. വെറും 800 റുപ്യ. 800 ഇവിടെ എത്ര 1000-16,000 അങ്ങനെന്തെല്ലാം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ അട്ടിക്കട്ടിയിട്ട് അതിലെ ഓരോരുത്തർ കിടക്കൊക്കെ അവരുടെ ജീവിതം കാണണം. നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര സ്വർഗത്തിലാണെന്ന്. കടവും കള്ളിയൊക്കെ ആയിട്ട് ജീവിക്കാൻ കഴിയൂല, എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കാണാൻ വിചാരിച്ചിട്ടാണ് അവർ കുട്ടികളെയും മക്കളെയും കുടുംബത്തെ കെട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ വലിയ സുഖം ഉണ്ടായിട്ടല്ല. സ്വന്തം മക്കളെ കൂടെ കളിച്ചുല്ലസിച്ച് ജീവിക്കാൻ, ദിവസം രാവിലെ പോയി വൈകുന്നേരം കണ്ട് വീട്ടിലേക്ക് അണയുമ്പോൾ കുട്ടികളെ മുഖം, പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ എല്ലാവർക്കും നല്ല കൊതി ഉണ്ടാവും. മക്കളെ കൂടെ ജീവിക്കാൻ, അവരെ ഓരോ വളർച്ചയും ഓരോ ഘട്ടങ്ങളും കാണാൻ, അവരുടെ സ്കൂളിൽ പരിപാടി ഉണ്ടാവും, മദ്രസയിൽ പരിപാടി ഉണ്ടാവും, അത് കാണാൻ, അവർക്ക് പ്രോത്സാഹനം നൽകാൻ, അവർക്ക് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ഉമ്മ കൊടുക്കാൻ, പ്രയാസങ്ങൾ ജോലിക്ക് കഴിഞ്ഞ് എന്തെങ്കിലും ടെൻഷൻ കയറി വരുമ്പോൾ വീട്ടിലെ കുട്ടികളെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ഭാര്യൻ്റെ മുഖം കാണുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. അതൊക്കെ ഇട്ടെറിഞ്ഞിട്ടാണ് പ്രവാസികളായിട്ട് അവരവിടെ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വേദന നല്ലോണം മനസ്സിലാക്കണം നമ്മൾ. അവർക്ക് ഒരുപാട് കടങ്ങളുണ്ടാവും. ആ കടം വീട്ടാൻ, പിന്നെ വീട്ടു ചെലവിന്, ഇതൊക്കെ എല്ലാം പാടെ കൂട്ടി ടാലി ആകുന്നുണ്ടാവില്ല. പിന്നെയും കടം, ഇതിൽ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ കടം വാങ്ങാമെന്ന് പറഞ്ഞു. ഇത് അടുത്ത മാസത്തെ സാലറി പിന്നെയും കടമായി ഇത് വീട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വീടും മറ്റേതൊക്കെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മളൊന്ന് അവർ തരുന്നത് എന്താണോ അത് നല്ലപോലെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുക. പിന്നെയും പരാതിയും കൂട്ടങ്ങളും അവരെ കുറ്റപ്പെടുത്തലൊക്കെ ഒഴിവാക്കിയാൽ തന്നെ വൻ വിജയമാവും. അവർക്കില്ല മക്കൾ നിങ്ങളെ കൂടെ ജീവിക്കാൻ അവർക്കുണ്ടാവില്ല ആഗ്രഹം. ഞാൻ പിന്നെ ആ കുട്ടീനെ അവരെ വിളിച്ചിട്ടോ, സുഹൃത്തിനെ ഞാൻ എന്താക്കി രാത്രി 3 മണിക്കാണെങ്കിലും എളുപ്പത്തിന് വിളിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു ഞങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം, റാഹത്തും വീടൊക്കെ കൊടുക്കട്ടെ, മനസ്സമാധാനം കൊടുക്കട്ടെ. അമ്മായിമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും മക്കളാണെങ്കിലും, ചിലപ്പം പിതാവായിരിക്കും ബാപ്പയായിരിക്കും ഗൾഫിലുണ്ടാകുക, ചിലപ്പം ഭർത്താവായിരിക്കും ഗൾഫിലുണ്ടാകുക, മക്കളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക, മരുമക്കളായിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ ആങ്ങളമാരായിരിക്കും. ആരായാലും പ്രവാസികൾ ആരുണ്ടോ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർ ഈ നാടും വീടൊക്കെ വിട്ട് അവിടെ പോയി കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധികളും കടന്നു പോകുന്നവരല്ലേ അവർ. നോക്കി നിങ്ങൾ, അവർക്ക് ഈ സങ്കടം വന്നാൽ അവർ ആരോട് പറയാനാണ്? അവർ വിചാരിക്കും ഇവിടെ നാട്ടിൽ വന്നിട്ട് നാട്ടിലേക്ക് വിളിച്ചിട്ട് ഓരോട് സങ്കടം പറയണ്ടെന്നുള്ളത്. കാരണം അവരെ മനസ്സ് വിഷമിക്കണ്ട എന്നുള്ള ചിന്തയിലാണ് അവരെന്താ ഇങ്ങോട്ട് വിളിച്ചു വരാത്തത്. അല്ലാതെ അവർക്ക് വേറെ ഇതൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങളെ തൊട്ടതിനും പിടിച്ചതൊക്കെ അവിടെ വിളിച്ച് സങ്കടം പറഞ്ഞ് അവരെ നിൽക്കക്കളിയില്ലാതെ അവർ ആരോട് ഈ സങ്കടം പറയുക? അവർ ഫുൾ ഡ്യൂട്ടി അറബിൻ്റെ ചീത്തയും കേട്ട്, അല്ലെങ്കിൽ വേറെ ഭാഗം കഫീലിൻ്റെ ആണെങ്കിലും മുതലാളിമാരൊക്കെ ചീത്തയും വാക്ക് വർത്താൻ കേട്ടിട്ട് എല്ലാ തൊലി വിരിയുന്ന വർത്താനങ്ങളൊക്കെ അവിടെ ഓരോരുത്തർ പറയും. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ചിലപ്പം നമ്മൾ ജ്യേഷ്ഠന്മാരാണ്, ചിലപ്പോൾ കുടുംബക്കാരാണ് കൊണ്ടുപോയത്, നല്ല സുഖമാണെന്ന് വിചാരിക്കും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ തനി സ്വഭാവം മാറും. അവർ മുതലാളിയാവും, മറ്റേ നമ്മൾ തൊഴിലാളിയായിട്ട് തന്നെ കാണുള്ളൂ. പ്രവാസി എന്നും പ്രവാസി തന്നെയാണ്. അവർ 2 നമ്പറായിട്ട് അവിടെ കാണുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാണിനെപ്പോഴും അവൻ്റെ അഭിമാനമാണ്, ആത്മാഭിമാനമാണ് ഏറ്റവും വലുത്. ആ അഭിമാനത്തിന് കളങ്കപ്പറ്റുന്നത് ആണുങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അതാണ് അവിടെ ചൂട്ടിത്തേക്കുന്നത്. ആ ഇസ്സത്താണ് അവരെ കളങ്കപ്പെടുത്തുന്നത്. ഇസ്സത്ത് കേടിലാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കുടുംബം അവിടെ ഉണ്ട്, എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എൻ്റെ അഹ്ലികാരവിടെ ഉണ്ട് എന്നുള്ള ആ ചിന്തയിലാണ് അവരെന്താകുന്നത്, അവിടെ നിന്ന് പിടിച്ചു നിൽക്കുന്നത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാലോ, അവരെ സങ്കടപ്പെടുത്തുന്ന വർത്താനം പറഞ്ഞു കഴിഞ്ഞാലോ എന്താണ് അവസ്ഥ? അവരാരോട് പറയാൻ, അവരെവിടേക്ക് പോകാൻ? നിങ്ങളിതൊക്കെ ഒന്ന് പ്രവാസികൾ പ്രവാസി കുടുംബങ്ങളൊക്കെ ഒന്ന് എന്താക്കണം എന്ന് വെച്ചാൽ നല്ലോണം ഇത് ചിന്തിക്കണം.
ഒന്ന് കുറച്ചൊന്ന് അവിടെ പോയി നോക്കിയാൽ തിരിഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ദിവസം മാത്രം എനിക്കിത് വേണം, ഇത്ര വേണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, പിന്നെ അവരെ വലിയ കല്യാണം ഉണ്ടല്ലോ, അതുപോലെ അവരുടെ കയ്യിൽ ഫക്കർ കാണിക്കണം, നമ്മൾ വലുതാക്കി കാണിക്കാൻ. എന്തിനാണ് അതൊക്കെ ചോദിച്ചിട്ട് ഇവരെന്താക്കണം? ഇതെന്താ മരത്തുനിന്ന് പൈസ പറിക്കാൻ വിചാരിക്കേണ്ട അവിടുന്ന്? ഒരിക്കലും ഇല്ല. അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കണം മരത്തുനിന്ന് ഇങ്ങനെ പൈസ പറിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ ജീവിതം എന്നുള്ളത്. അവരൊക്കെ വളരെ കഷ്ടപ്പാടിലാണ്, പ്രയാസത്തിലാണ്. അവരുടെ ബുദ്ധിമുട്ട് നമുക്കേ അറിയുള്ളൂ, പോയി നോക്കിയവർക്ക് അറിയുള്ളൂ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് അവിടെ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രവാസിക സുഹൃത്തുക്കൾക്കൊക്കെ അള്ളാഹു ബറക്കത്തും റഹ്മത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഒരു പ്രവാസി സുഹൃത്ത് പറഞ്ഞ് എഞ്ചിനീയറാണ്, പക്ഷെ അവിടെ ഡ്യൂട്ടി കുറവാണ്, പിന്നെ ശമ്പളം കുറവാണ്, പിന്നെ ചിലവർ പറഞ്ഞു ജോലി തന്നെ ഇല്ല, ആകെ കുടുങ്ങിയിട്ടാണ്, നാട്ടിലേക്ക് ഇവരോട് പറയാൻ പറ്റൂലല്ലോ, കുടുംബം മേടിക്ക് ചെന്ന പിന്നെ അവിടെ കാട്ടുന്ന വയ്ക്കുക. ഇവർക്ക് റൂമിന് തന്നെ അവിടെ റൂം വാടക, സ്വന്തം വീടൊന്നും അല്ലല്ലോ, റൂം വാടകക്കല്ലേ, അവിടെ വാടക കൊടുക്കണ്ടേ, എന്തൊക്കെ ചിലവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മെസ്സിന് ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ടേ, ഭക്ഷണം ഉണ്ടാക്കണ്ടേ, എന്തൊക്കെയാണ് അവിടുത്തെ പോലെ ഭക്ഷണം റൂം പോയി നോക്കണം, ഇവിടെ നിങ്ങളെ റൂമും കാര്യങ്ങളൊക്കെ നാട്ടിൽ നോക്കണം, എന്തൊക്കെയാ അവസ്ഥകൾ. അതിൻ്റെ ഇടയ്ക്ക് മിച്ചം പിടിക്കുക പോലെ കയ്യിലുണ്ടാകൂല, അവരെന്നല്ല പ്രയാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് പറയാം, നിങ്ങൾ ആ പ്രയാസപ്പെടുന്നതോ വാക്കിലോ കുത്തുവാക്കുകളോ പറയല്ലേ. നിങ്ങൾ ജീവിതം മെച്ചപ്പെടുത്തി, അവരെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തി ഇത് കരക്കാവുമ്പോൾ അവരെന്തായാലും നമുക്ക് വേണ്ടി ജീവിക്കാൻ പോയതാണ്, അല്ല വേറെ ആരാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അതുകൊണ്ട് അത് കണ്ടറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. ഇനി ചിലപ്പോൾ തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറ്റപ്പെടുത്തി പറയല്ലേ. ആ കുറ്റപ്പെടുത്തുമ്പോഴാണ് അവരുടെ മനസ്സാകെ നോവുന്നത്. കാരണം സന്തോഷം ഒരു വിളിച്ച് സമാധാനം കിട്ടുന്ന ഒരു വീടാണത്. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ ചിലവരുണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിലാണ്. ഞാൻ അത് പറയില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലവരുണ്ട് ഭയങ്കര പ്രയാസം സംഭവിക്കുമ്പോൾ. എൻ്റെ പിന്നെ പെങ്ങള മരുമകരുണ്ട്, അദ്ദേഹം ഖത്തറില്ല, അത് എന്നോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ഇവർക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലേക്ക്. പക്ഷെ ആ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് ഭാര്യനോട് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പെങ്ങളോട് കുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്നോട് പറയും ഭയങ്കര ഹാപ്പിയാണ്, പിന്നെ എനിക്ക് റാഹത്ത്, അന്നേ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയുണ്ട് ജീവിതത്തിൽ ഹാപ്പിനെസ് കൊടുക്കുന്ന ഭാര്യമാരും ഉണ്ട്, കുടുംബവും ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല മറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ തന്നെ തോന്നില്ല. ഞാൻ പണ്ടൊരു വേറൊരു മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു, വീട്ടിലേക്ക് കയറി പോകാൻ തന്നെ മടിയാണ്. എന്താ കാരണം? അവളെ മോന്ത കാണണ്ട, അവളെ വർത്താനം കുത്തി വാക്കുകൾ കേൾക്കുമ്പോഴാണ് മനസ്സിനെപ്പോഴും ഒരു സമാധാനം കിട്ടുന്ന വാക്കുകൾ കേൾക്കുമ്പോഴല്ലേ അവർക്ക് വീട്ടിലേക്ക് കയറി വരാൻ പറ്റുക. കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഇത് ആർക്ക് വരാനാ പറ്റണത്, ആർക്ക് കയറി വരാനാ പറ്റണത്? അതുകൊണ്ട് വീണ്ടും ഞാൻ പറയണം, ഒരു കാരണവശാലും പ്രവാസികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. ചിലപ്പോൾ വീടുണ്ടാവില്ല, അവർ വീടുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും അവർ നട്ടോട്ട് ഓടുന്നത്. അവർക്ക് നിങ്ങളെക്കാട്ടും വലിയ ആഗ്രഹമായിരിക്കും അതുണ്ടാവുക, അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ പറഞ്ഞിട്ടെന്താ ഒക്കേണ്ടത് ടാലിയാകുന്നില്ല. വീട്ടിൽ ചിലവും അവിടുത്തെ ചിലവും അതുപോലെ എല്ലാം പാടെ കടത്തിലൊക്കെ കൊടുക്കുമ്പോഴേക്ക് കിട്ടുന്ന വരുമാനം ടാലിയായി കിട്ടണ്ടേ, ഇതായി കിട്ടണ്ടേ? ഫുള്ള് പിന്നെ കടം വാങ്ങുകയാണ്. അടുത്ത മാസത്തുള്ള പിന്നെ ശമ്പളത്തിൽ നിന്ന് പോയി ഇങ്ങോട്ട് മുൻകൂട്ടി കടം വാങ്ങുകയാണ്. എന്തിനാ? ഇവിടെ ജീവിക്കാൻ വേണ്ടി, ഇപ്പം ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഇങ്ങനെ കടം കൂടെ ഇപ്പം പണ്ട് പറയല്ലേ, ഇവിടുന്ന് വിറ്റിട്ട് വീടും സ്ഥലമൊക്കെ വിറ്റിട്ടാണ് നാട്ടിൽ അവിടേക്ക് പോകണം, എന്നിട്ട് പ്രവാസിയായിട്ട് ഇവിടുത്തെ കടം വീട്ടാൻ വേണ്ടിയിട്ട്. പിന്നെയും തിരിച്ച് വരുമ്പോഴത്തേന് ഇവിടുത്തെ പിന്നെയും കടം വീട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും പോക്കുണ്ടാകുക. ആ കടം വീടലില്ല, പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പിന്നെ അവിടുന്ന് ആരെങ്കിലും കടം വാങ്ങണം. ഇവിടെ കടം വീടൊക്കെ വിറ്റിട്ട് കടം കല്ലിയൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്തിനാ അവിടെ നിൽക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ലെവലായി ഈ കടങ്ങളൊക്കെ വീടി റാത്താൻ വേണ്ടി. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടുന്ന് ആരെങ്കിലും കടം വാങ്ങണം, പിന്നെയും പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും കടം വാങ്ങണം. ചുരുക്കി പറഞ്ഞാൽ ഓ കൗത്തിൽ മറ്റേ കയറിട്ടിങ്ങനെ ഈ ഈച്ച ഇതിൽ വളഞ്ഞിയിൽ പെട്ടാതിരി. അപ്പം മൊത്തത്തിൽ ചക്കനെ വളഞ്ഞിയിൽ പെട്ട ഈച്ച വിട്ട ഒരു കാല് പൊക്കുമ്പോൾ മറ്റേ കാലം അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളൂ. മട്ടമ്മ ചൂട്ടിയപ്പോൾ അവസ്ഥ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ ഇടയിൽ പിന്നെ ഇവരെ ജീവിതം മറന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ടെൻഷനും കാര്യങ്ങളും കയറുമ്പോഴാണ് ഇവർക്ക് അറ്റാക്ക്. ഇപ്പം കണ്ടില്ല മുത്ത് എൻ്റെ കറള് പറഞ്ഞത് എന്ത്, എനിക്ക് ഞാനെപ്പോഴും അറ്റാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവർ അറ്റാക്ക് കിട്ടാൻ മതി എന്നുള്ളത്. എന്നാൽ അതെങ്കിലും ഇത് വീടാകുമ്പോൾ എൻ്റെ കുടുംബത്തിന് ആരെങ്കിലും നോക്കാണ്ടാവില്ലോ എന്ന് ചിന്തിച്ചു പോവാണ് പ്രവാസികളെ. ഇത് ഞാൻ അവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറ്റാക്കായി പോയിട്ടുണ്ടെങ്കിൽ എന്തായിക്കോളും, ഇവിടുന്ന് ആരെങ്കിലും നോക്കി ഏറ്റെടുക്കാനും കുടുംബക്കാരും അങ്ങനെ എല്ലാവരും കുറേ സന്നദ്ധ സംഘടനകൾ എല്ലാവരും വരും അവനെ സഹായിക്കാൻ വേണ്ടി, കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ. അതാവും പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. പക്ഷെ മരിക്കണം മുന്നേ ഇവൻ്റെ ജീവനും പോയില്ലേ,
പ്രവാസികളിൽ ഒട്ടുമുക്കാർ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് 40-35 വയസ്സുള്ള 25-30-40 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാർക്ക് അറ്റാക്ക് കൂടുതലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസികളിൽ വരുന്നത്. എന്തുകൊണ്ട് ഈ അറ്റാക്ക് വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതൽ അറ്റാക്കാണല്ലോ അവിടെ മരണം. വേറെന്താ ഈ അറ്റാക്ക് വരാനുള്ള കാരണം? എന്താ? ഇവിടുന്ന് ടെൻഷൻ താങ്ങാനില്ല, ഈ BP അടിച്ച് കയറില്ലേ. കാരണം ഇവിടുത്തെ പ്രഷർ ഇങ്ങനെ കൊടുക്കുകയാണ്. അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് വീടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ ഭയങ്കര കുത്തി നോവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷർ ഇങ്ങനെ കയറുക. കാരണം ഇവൻ്റെ സങ്കടം ഇറക്കി വെക്കാൻ പറ്റുന്ന ആരും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ആരെങ്കിലും വേണ്ട, ഈ പ്രഷർ ഇറക്കി വെക്കാൻ ഒരാരും വേണ്ടേ, അത് ഇറക്കി വെക്കാനുള്ള കൈ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് തിരിച്ച് ചൂടാവണൊക്കെ ചെയ്യണേ. ഓരോട് എത്തിരി ഓലിങ്ങനെ കേൾക്കാനല്ലേ പറ്റുള്ളൂ. ഓല് വിചാരിക്കുമ്പോൾ ഞാൻ വിളിച്ച് ചൂടായിട്ട് ഇനി ഇവർക്ക് വിഷം ആകണ്ട, അത് നമ്മൾ അടുത്തില്ലാത്തല്ലേ ചിന്തിക്കും. പക്ഷെ പറഞ്ഞു തരുന്ന ആ പ്രഷർ കയറിക്കൊണ്ട് പോലും അറ്റാക്കായി പോവുകയാണ്. നിങ്ങൾ കണ്ട ഒട്ടുമിക്ക ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ നിത്യരോഗികളാണല്ലോ. അത് ചിന്തിച്ചിട്ട് നിങ്ങൾ വരുന്ന ഈ പ്രഷർ BP ഒന്നും അടിക്കണം, അവിടെ അറ്റാക്കാവൊന്നും വേണ്ട. അറ്റാക്ക് അല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രവാസികൾ ഒട്ടുമിക്കാറും 95% നിത്യരോഗികളായിട്ടാണ് വരുന്നത്. പ്രവാസം അവസാനിപ്പിക്കുമ്പോൾ അവർക്കുള്ള ആകെ കിട്ടുന്ന മുതൽക്കൂട്ടം എന്താ വെച്ചാൽ രോഗമാണ്, നിത്യരോഗമാണ്. ഒന്നുകിൽ ഷുഗർ, BP, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ടാണ് അവരെന്താകുന്നത്, നിത്യരോഗികളായിട്ടാണ്. പിന്നെ ഗുളിക വിടാതെയുള്ള ജീവിതമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതെന്താ കാരണം? എന്താ പറയുക, നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ ഒരു ഹാപ്പി ഹോർമോണുകൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ശരീരം. അപ്പോൾ പിന്നെ പ്രതിരോധ ശേഷി കൂടും. ഈ ഹാപ്പി ഹോർമോണുകൾ കൂടുമ്പോൾ ഇത് ഫുള്ള് ടെൻഷൻ കയറുമ്പോൾ ഉള്ള പ്രതിരോധ ശേഷി നശിക്കുകയാണ്. അപ്പോൾ ഉള്ള രോഗങ്ങളൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തലയിൽ ഭാരങ്ങൾ കൊടുക്കരുത്. ഇവിടെ ഭാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിളിച്ചിങ്ങനെ ശല്യം ചെയ്യരുത്, അത്രേ ഉള്ളൂ. കുത്തി നോവിക്കരുത്. അവർക്ക് അവരെ സങ്കടങ്ങൾ കേൾക്കുക, അവരെ ഹാപ്പിയാക്കി മാറ്റുക. എന്നാൽ നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. പ്രവാസികളോട് പ്രത്യേകിച്ചൊന്ന് പറയട്ടെ, നിങ്ങൾ എത്ര ഇതായി കഴിഞ്ഞാലും അവരെ കുത്തുവാക്കുള്ളത് നിങ്ങൾ മനസ്സ് കൊള്ളാതിരിക്കുക. നിങ്ങളും അവിടെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം നശിപ്പിച്ച് വരരുത്. എന്താകരുത്? പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു വാർത്താനം പറയുന്നുണ്ട്, ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറന്ന. ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറന്ന. ആദ്യം ഖു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരങ്ങൾ നോക്കിക്കൊള്ളുക. ആദ്യം സ്വയം നഫ്സ് നന്നാകുക. വഅഹ്ലീക്കും, എന്നിട്ടാ പിന്നെ പറയുന്നത് നിങ്ങളെ കുടുംബം. ആദ്യം സ്വന്തം നഫ്സ് കേടുവരുത്തിയിട്ട് പിന്നെ എന്ത് ജീവിതം നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് പ്രവാസികളെ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ ശരീരം നോക്കണം, നിങ്ങളെ ജീവിതങ്ങൾ നോക്കണം, എന്നിട്ട് നിങ്ങളെ കുടുംബം നോക്കിക്കോളി. അല്ല നിങ്ങളെ സ്വന്തം ശരീരം കേടുവരുത്തിയിട്ട് നാശനശീകരനായിട്ട് പിന്നെ നിങ്ങളെ കുടുംബം നോക്കിയിട്ട് എന്താ കാര്യമുള്ളത്? പിന്നെ നിങ്ങളെ നോക്കപ്പെടെ വേറെ നാട്ടിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടി വരും. അതിന് നിങ്ങൾ നിൽക്കരുത്. കിഡ്നി പോയതും മറ്റൊക്കെ പോയി എന്തൊക്കെ വർത്തമാനങ്ങളൊക്കെ കേൾക്കൽ അറിയോ? ഇതെന്താ കാരണം? നിങ്ങളെ ഈ ടെൻഷൻ കയറിയോണ്ടാണ്. ഈ ടെൻഷനുകൾ കയറ്റരുത്. നിങ്ങൾ ഹാപ്പിയാകുന്ന എന്തൊക്കെ മാർഗമുണ്ടോ അതൊക്കെ ചെയ്യുക ജീവിതത്തിൽ. തോന്നിവാസങ്ങൾക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഈ വോയിസിൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുസ്ലിം സഹോദരർ എല്ലാവരോടും, പ്രവാസികൾ ആരുണ്ടോ ഇത് ആരാട്ടെ, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ അവരെ നോവിക്കരുതേ. കാരണം നോവിച്ച് കഴിഞ്ഞാൽ പോകും. പിന്നെ നമുക്ക് പൊന്മുട്ടയിടുന്ന താറാവിന് അർത്ഥമുള്ള കഥ ഉണ്ടില്ലേ, ഇതാണ് അവസ്ഥ ഉണ്ടാകുക. പൊന്മുട്ടത്തെ താറാവാണ്, അത് ഇവിടെ പറ്റും. പൊന്മുട്ട ഇടുന്ന താറാവിന് നിങ്ങൾ കേട്ടിട്ടില്ല, അത് കേട്ടിട്ടില്ലേ? ദിവസം നല്ല പൊന്മുട്ട ഇങ്ങനെ വരും. അപ്പോൾ ബലെന്ത് വിചാരിച്ച് ദിവസം ഇടല്ലേ ഞാൻ വയറ്റിൽ ഫുള്ള് ഉണ്ടാവും നീ. അപ്പോൾ അതിന് അർത്ഥം നോക്കുമ്പോൾ ഉള്ളതും ഇല്ലാതാവും. ഇതാണ് അവസ്ഥ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ അയച്ചു വരുമ്പോഴേ നമ്മൾ വിചാരിക്കും നല്ലപോലെ കിട്ടുന്നുണ്ടോ, അതോടെ കുറേ കിട്ടിയതുകൊണ്ടാണ്, അതുകൊണ്ട് നമുക്ക് എന്താക്കും കൂടുതൽ വീണ്ടും ചോദിക്കാൻ. അങ്ങനെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കുറേ വീണ്ടും ചോദിക്കുമ്പോഴോ അവരെ കഥ കഴിഞ്ഞ് പിന്നെ അവർക്ക് അവരെ ഡോക്ടറെ കാണിക്കാൻ ഇവിടത്തേക്കാട്ടി ഭയങ്കര ഫീസാണ് ഡോക്ടർമാരെ കാണിക്കാനും മരുന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേറ്റാ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ള ഫുള്ള് ചിലവാക്കുമ്പോൾ പിന്നെ 5 ദിവസത്തേക്ക് അയക്കാനുണ്ടാവില്ല. അവിടെ ഡോക്ടറെ കാണിക്കാനും അവരെ ഗുളിക വാങ്ങാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ, പ്രത്യേകിച്ച് നിങ്ങളോടും എല്ലാവരോടും പറയുന്നത്, അവരെ പ്രയാസങ്ങൾ നമ്മൾ കണ്ടറിയണം. അവർക്ക് അവരുടെ ദുരിതങ്ങൾ നമ്മൾ കണ്ടറിയണം. അതുകൊണ്ട് അവർക്ക് ടെൻഷനുകൾ അധികം എന്താക്കരുത്, തലയിൽ കൊടുക്കരുത്, ഭാരം കൊടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. പ്രവാസികളോടും പറയണം, നിങ്ങളധികം ഭാരം കൊടുക്കരുത്. നിങ്ങൾ ഹാപ്പിയാകണം, സന്തോഷത്തിലാണ്, ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കണം, റാഹത്താണ്. നാട്ടിൽ ഇടക്കിടക്ക് വരണം.
എന്നിട്ട് മക്കളും ഭാര്യങ്ങളും കുട്ടിയും കുടുംബത്തിലൊക്കെ ജീവിച്ച് അവരെ കൂടെ ഉല്ലസിച്ച് ജീവിച്ച് റാഹത്തായിട്ട് എന്താക്കണം, ഇതാണ് നാട്ടിൽ തന്നെ സെറ്റാകാൻ പറ്റും, സെറ്റാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ആഖിറത്തിൽ നിങ്ങൾ നമുക്ക് വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രവാസികളുടെ വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. വീടില്ലാത്തവരോട് ആൾക്കാരുണ്ടല്ലോ, സങ്കടം പറയുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നു, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള 129 പ്രാവശ്യം ദിവസോദ്യ. പിന്നെ കടം വീടണ്ടേ, സാമ്പത്തിക പ്രയാസം നീങ്ങണ്ടേ, അതെന്താക്കുക സൂറത്തുൽ വാഖിയ. പെണ്ണുങ്ങളും കുട്ടികളും ഉമ്മാരും മൂപ്പരെല്ലാവരും ഭർത്താക്കന്മാരെല്ലാവരും നോക്കിക്കോളി. സൂറത്തുൽ വാഖിയ ദിവസം ജോലി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല ദാരിദ്ര്യം നീങ്ങുന്ന, ദാരിദ്ര്യം ആത്മീയ ദാരിദ്ര്യം നീങ്ങും, സാമ്പത്തിക പ്രയാസം നീങ്ങും, രണ്ടും നീങ്ങും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ നിലക്കും റബ്ബിലേക്ക് ഒരു തവക്കലാനുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ കടം വീഴണമെന്നല്ലാത്ത ആഗ്രഹമുള്ളവരാണെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളത്തെ പാപ്പ താജുലുമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച സ്വലാത്തുണ്ട്, എനിക്ക് കൊടുക്കാനുള്ള അധികാരം വരെ പാപ്പ തന്നിട്ടുണ്ട്. അപ്പാപ്പ ഞാൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത് 33 101 എത്രങ്ങളെ കടം, അത് വലിയ ഗൗരവമുള്ള കടമാണെങ്കിൽ പെട്ടെന്ന് വീടാണെങ്കിൽ ഒരു 101 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം അതുപോലെ എല്ലാ നിസ്കാരത്തിന് ശേഷം ചൊല്ലിക്കോളി ഇൻഷാ അല്ലാഹ്. എത്ര കൂടുതൽ ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ വീട്ടി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാണ്. ആ അനുഭവങ്ങളെ വെളിച്ചത്തിലാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൽ ഇസ്സത്തിലൊക്കെ ആക്കി തരട്ടെ, റാഹത്തിലാക്കി തരട്ടെ. മുഴുവൻ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. കുടുംബജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. റാഹത്തിലും ഖൈറിൻ്റെ ഉടമകളിൽ അല്ലാഹു മാറ്റി തരട്ടെ. അതുകൊണ്ട് പ്രവാസികളോട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, ആ ഭാഗം തന്നെ നിങ്ങൾ ചിന്തിക്കരുത്. എന്ത് പ്രയാസം പ്രതിസന്ധി വന്നാലും റബ്ബൻ്റെ കൂടെ ഉണ്ട്, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്, മുത്തുനബി നമ്മളെ കൂടെ ഉണ്ട്. ആ ചിന്ത നമുക്ക് ഉണ്ടാകണം, അത് നമ്മൾ മുറുകെ പിടിക്കണം. പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുക. അത് കുടുംബത്തോടും പറയുന്നു, നിങ്ങൾ അവരെ പേരിൽ ഭാരം കൊടുക്കാതെ തന്നെ നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മളെ മക്കൾക്ക് വാപ്പ വേണം, നമുക്ക് ആങ്ങളണം തിരിച്ചു വരണം, മകൻ നമുക്ക് തന്നെ കിട്ടണം, ബാപ്പ നമ്മളേക്ക് വരണം കൂടാനും. ഇതൊക്കെ ചിന്ത പറഞ്ഞയക്കുമ്പോൾ എയർപോർട്ടിലേക്ക് നമ്മൾ കയറ്റി വിടുമ്പോൾ തിരിച്ചു അതേപോലെ സന്തോഷത്തോടെ വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറ്റിയേക്കുന്നത്. അല്ല പെട്ടി അടച്ചിട്ട് ആ പെട്ടിക്കുള്ളിൽ വരണമെന്നല്ലല്ലോ. ഏതായാലും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും ഹിക്കുമത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും നമുക്ക് അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.